നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. UDF മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ തകൃതിയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷകരൊക്കെ എത്തിയിട്ടുണ്ട്. ഡൽഹി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് LDF പാളയത്തിലെ പട. എന്തായാലും വലിയേട്ടൻ ചെറിയേട്ടൻ മനോഭാവം ഇനി LDF നടപ്പില്ല എന്ന വ്യക്തമായ നിലപാടിലാണ് CPI. കാരണം ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത് അവർക്കാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. CPM വോട്ട് വാങ്ങിച്ചാണ് ജയിക്കുന്നതെങ്കിലും അവർക്കൊരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പഴയ ലേബലുണ്ട്. ആദർശങ്ങൾ കൈവിടാതെ മുന്നോട്ട് ഇതുവരെ പോയി എന്നൊരു അഹങ്കാരവുമുണ്ട് അവർക്ക്. പക്ഷേ എല്ലാം കൊണ്ട് തകിടം മറിഞ്ഞു. അങ്ങനെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം പോലും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയല്ല, CPIയുടെ രാജ്യസഭ MPമാർ പറയുന്നു. അതുപോലെ തന്നെ ഉപ പ്രതിപക്ഷ നേതാവ് വേണം. അത് CPIക്കായിരിക്കണം. CPIയുടെ തീരുമാനം എന്താണ്? അത് KN ബാലഗോപാലിനോ മറ്റേതെങ്കിലും മുതിർന്ന നേതാവിനോ കൊടുക്കാനാണ് തീരുമാനം. അതുപോരാ, തങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. എന്താകും ഈ ഒരു നിലപാടിലേക്ക് CPI പോയാൽ അവർ ഈ ജോസ് കെ മാണിയെപ്പോലെ ഒരു മണ്ടത്തരം കാട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, ഇതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് പോരെ. എന്തിനാണ് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ? കേരളത്തിൽ അല്ല, സെക്രട്ടറി ഒന്നല്ലേ ആവുള്ളൂ. അല്ല, സെക്രട്ടറി കാര്യമല്ല ഞാൻ പറയുന്നത്. അതല്ല പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ ആശയമുള്ള രണ്ട് പാർട്ടികൾക്ക് പ്രസക്തിയുണ്ടോ എവിടെയെങ്കിലും? അതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്നു. വേറൊരു ഹിന്ദുത്വ പാർട്ടി കടന്നു വന്നാൽ അതിന് പ്രസക്തിയുണ്ടോ? എന്തുകൊണ്ട് ശിവസേന മഹാരാഷ്ട്രയിൽ താഴോട്ട് പോയി? എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ പണ്ട് മുതലേ ഈ സത്യത്തിൽ ശിവസേന, ബാൽ താക്കറെ ജീവിച്ചിരുന്ന അത്രയും കാലം ശിവസേനയ്ക്ക് ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു. ബാൽ താക്കറെയുടെ കാലശേഷം ആ അസ്തിത്വം ഇല്ലാതായി. അവിടെ പിന്നെ പേരിനൊരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശിവസേന ഇങ്ങനെ നിൽക്കുന്നു. അപ്പുറത്ത് BJP ഉണ്ട്, BJPക്ക് കേന്ദ്രഭരണം കിട്ടി, BJP വലിയൊരു ശക്തിയായി മാറുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ശിവസേന അവിടെ താഴോട്ട് പോകും. പ്രത്യേകിച്ചും ആശയങ്ങളില്ല, ആശയമില്ല, ഒരു നല്ല നേതാവില്ല, നിലപാടുകളില്ല, ഉള്ളത് ഗ്രൂപ്പിസമായി. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മക്കളെല്ലാം. അതെ, അല്ല, ഗ്രൂപ്പിസം ഈ താക്കറെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഈ മകനും സഹോദരൻ്റെ മകനും തമ്മിൽ, അതായത് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു കസേരയ്ക്ക് വേണ്ടി. ഇവിടെ കേരളത്തിൽ എടുത്തു നോക്കൂ, കമ്മ്യൂണിസ്റ്റ്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കൂ, എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു. ആദ്യം ഒരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, അതും കമ്മ്യൂണിസം തന്നെയല്ലേ അതിൻ്റെ ആദർശം. മാർക്സും ഏംഗൽസും സ്റ്റാലിനും ഒക്കെ തന്നെയല്ലേ അതിൻ്റെ ആരാധ്യ പുരുഷന്മാർ. അതുപോലെ തന്നെ CMP പിന്നീട് വന്നത്. ഞാൻ പറയുന്നത് ഈ ജനതാ പാർട്ടികളുടെ കാര്യം എടുത്ത് നോക്കുക. ആദ്യം ഒരു ജനതാദൾ ഉണ്ടായി, പിന്നീട് അത് വിഘടിച്ച് ജനതാദൾ പല കഷ്ണങ്ങളായി, ജനതാ പാർട്ടികൾ പല കഷ്ണങ്ങളായി. നിതീഷ് ഒരു വഴിക്ക് പോയി, ലാലു വേറൊരു വഴിക്ക് പോയി, കർണാടകയിലെ ജനതാദൾ വേറൊരു വഴിക്ക് പോയി, അല്ലേ? ഹെഗ്ഡെയുടെ കഥ നമുക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവ് ഒരു വഴിക്ക് പോയി, പിന്നെ മായാവതിയും കാൻഷിറാമും വേറൊരു വഴിക്ക് പോയി. ഈ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധ പാർട്ടികളായിട്ട്, അതായത് ഒരു പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിസം വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു വിഭാഗീയത വരുമ്പോൾ അത് പിളർന്ന് രണ്ടാകുന്നു. അങ്ങനെ രണ്ടായി ഈ രണ്ട് വ്യത്യസ്ത പരസ്പരം ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ അവർക്ക് പിന്നെയും നിലനിൽപ്പുണ്ട്. ഇത് രണ്ടും കൂടി ഒരു പാളയത്തിൽ വന്നപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് പോരെ? എന്തിനാണ് ഈ ഒരു മെലിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തിനാണ് ചുമക്കുന്നത് എന്ന് ജനം ചിന്തിക്കുന്നു. ഞാൻ പറയുന്ന മുന്നണിക്കുള്ളിൽ പാർട്ടികൾക്കുള്ളിലെ ചിന്തയല്ല, പുറത്ത് ജനം നോക്കുമ്പോൾ CPM, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും, ഇതിൽ നോക്കൂ, ഇതിലേതെങ്കിലും ഒരു പാർട്ടി UDFിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് നിലനിൽപ്പുണ്ടായേനെ. ഈ CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മുഖ്യമന്ത്രി വരെ ഉണ്ടായിരുന്നതാണ്. അവർ വളരുകയും പന്തലിക്കുകയും ചെയ്തത് എപ്പോഴാണ്? UDFിൽ നിന്നപ്പോഴാണ്. UDF വിട്ട് അവർ
LDFിലേക്ക് വന്നപ്പോൾ, CPMലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? CPMൻ്റെ ദയാവായ്പിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. CPMൻ്റെ സംഘടനാ സംവിധാനത്തിന് മുന്നിൽ CPIക്ക് മുട്ടുമടക്കേണ്ടി വന്നു. CPI ഒതുങ്ങി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? CPI കേരളത്തിൽ പടവലങ്ങ പോലെ താഴേക്ക് വളർന്ന് വളരെ നാമമാത്രമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ നമ്മളൊന്ന് ആലോചിക്കണം, CPM നൽകുന്ന അപ്പകഷ്ണങ്ങൾ, CPMൻ്റെ ദയാവായ്പിൽ ആണ് CPI നിലകൊള്ളുന്നത്. ആ CPI ഇന്ന് മറിച്ച് ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി CPMൻ്റെ തണൽ വേണ്ട. ഇന്ത്യയിലെ സാഹചര്യം തന്നെ നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയെങ്കിലും ഭരണത്തിലുണ്ടോ? ഒരിടത്തുമില്ല. തിരിച്ചുവരവ് ഒരു അസാധ്യമാണ്. അതെ, ത്രിപുരയിലും ബംഗാളിലും പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല. കാരണം ഈ രണ്ടിടത്തും BJP കയറിക്കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു ദേശീയ തലത്തിൽ വളരെയധികം ശക്തമായി രാജ്യം ഭരിക്കുന്ന പാർട്ടി അത് സംസ്ഥാനങ്ങളിലേക്കും കൂടി വരുമ്പോൾ ഈ ഇരട്ട എഞ്ചിൻ, അതുപോലെ തന്നെ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വരുമ്പോൾ അതൊരു 3 എഞ്ചിനാകുന്നു. അങ്ങനെ ഈ 3 ടയർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് BJP ഓരോ സംസ്ഥാനങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് ബംഗാളിലോ ത്രിപുരയിലോ സാധിക്കില്ല. ഇപ്പോൾ ഇത് UPയിൽ നോയിഡയിൽ വലിയ തൊഴിൽ സമരം, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ചില പ്രചാരണങ്ങളാണ്. ഒന്നും വലിയ ആയുസ്സൊന്നുമില്ല അതിനൊന്നും. അങ്ങനെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരാൻ കഴിയില്ല. കാരണം അവർ ഇന്ത്യൻ പാരമ്പര്യത്തിന് നേരെ മുഖം തിരിച്ചു. ഈ കൊച്ചു കേരളത്തിലും ബംഗാളിലും ഇങ്ങനെ കുറേ നാൾ പുരോഗമനമൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടു എന്നതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറൊന്നും ചെയ്യാനില്ല. ഈ സത്യം CPI തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് തുടരരുത് എന്ന് അവരുടെ രാജ്യസഭാ MPയെ കൊണ്ട് പറയിക്കുന്നത്. എന്തിനാണ് ഈ രാജ്യസഭാ MPയെ തന്നെ? രാജ്യസഭയിലേക്ക് ജയിച്ചു വരണമെങ്കിൽ CPMൻ്റെ സഹായം വേണം. ഒറ്റയ്ക്ക് CPIക്ക് 36 സീറ്റുകൾ കൈവശം ഉണ്ടെങ്കിലേ ഒരാളെ രാജ്യസഭയിലേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴിതാ കേരളത്തിൽ ആ സ്ഥിതി ഇടതുപക്ഷത്തിന് സംജാതമായിരിക്കുകയാണ്. 35 സീറ്റേ ഉള്ളൂ. ഒരാളിനെ ഇവിടെ നിന്ന് രാജ്യസഭയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരാളെ വിജയിപ്പിക്കണമെങ്കിൽ ഇന്ന് BJPയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ്, അല്ലേ? CPM വലിയ ഗതികേടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അല്ല, BJP അങ്ങനെ, അതായത് പല മണ്ഡലങ്ങളിലും കാസർഗോഡായാലും മഞ്ചേശ്വരമായാലും BJPയെ തറ പറ്റിക്കാനായിട്ട് ലീഗിന് കൊണ്ടുപോയി വോട്ട് കൊടുത്ത CPM, ആ CPMൻ്റെ അടുത്ത ഇനിയുള്ള പ്രതിനിധികളെ രാജ്യസഭ MPമാരാക്കാൻ അങ്ങനെ സമ്മതിക്കുമല്ല. അങ്ങനെ അത് സമ്മതിക്കുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഞാൻ പറഞ്ഞത് CPMന് ആരെങ്കിലും രാജ്യസഭയിലേക്ക് വിടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊതു സ്വതന്ത്രനെ നിലനിർത്തുക, അതായത് LDFനും BJPക്കും ഒരുപോലെ സ്വീകാര്യരായ ഒരു പൊതു സ്വതന്ത്രനെ നിലനിർത്തുക. അല്ലെങ്കിൽ CPMൽ നിന്ന് വിമത ശബ്ദമുയർത്തി പുറത്തുപോയി മത്സരിച്ച് വിജയിച്ച 3 പേരുണ്ട്. ആ 3 പേരിൽ ഒരാളെങ്കിലും കൂടെ കൂട്ടണം. അപ്പോൾ അവിടെയും ആ ഒരാൾ ഒരു കണ്ടീഷൻ വെക്കും. അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരാളിന് വോട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇത് സത്യത്തിൽ നമ്മളിത് കേരള രാഷ്ട്രീയത്തിൽ CPMൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ അതാണ് CPI. നോക്കൂ, ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ചീർത്ത മണ്ണിര മൂർഖനെ പോലെ പണം വിടർത്താൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് വാസ്തവത്തിൽ CPI ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPM എന്ന് പറയുന്നത് ഏതാണ്ട് വീണു. അപ്പോൾ ഇനി ഈ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാൽ, ഈ CPMനോടൊപ്പം നിന്നാൽ ഗതി പിടിക്കില്ല എന്ന് CPIക്ക് അറിയാം. മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം 2 ധ്രുവങ്ങളിലായി. കൃത്യമായിട്ടും ഒരു വശത്ത് BJPയും BJPയെ പിന്തുണയ്ക്കുന്നവരും, മറുവശത്ത് BJPയെ എതിർക്കുന്നവർ തമ്മിൽ വലിയ ശത്രുക്കളാണെങ്കിലും പൊതുശത്രുവിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടുന്നു. നമ്മൾ 2004 മുതൽ കാണുന്ന കാഴ്ചയാണ്. 2004 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെയാണ്. ഇന്ത്യ മുന്നണിയുടെ ബലവും ദൗർബല്യവും അത് തന്നെയാണ്.
വളരെ കൃത്യമായിട്ട് അതിനെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ശക്തി ഡൽഹിയിലില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ്. അതെ അതെ, DMK വിട്ട് കോൺഗ്രസ് പോയത്. അതെ അതെ അതെ, വളരെ അതായത് പോയി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാദേശിക പാർട്ടികളോടുള്ള പ്രേമം എന്താണെന്ന് തെളിയിക്കുന്നതാണ് തമിഴ്നാട്ടിലെ സംഭവം. വളരെ കൃത്യമാണ്. അവിടെ ആരാണോ അധികാരത്തിൽ വരുന്നത്, ആർക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത്, അവരിലേക്ക് പോവും കോൺഗ്രസ്. കാരണം കോൺഗ്രസിന് ഇനി അവിടെ രക്ഷയൊന്നുമില്ല. ഈ 5 സീറ്റ് ജയിച്ചതെങ്ങനെയാണ്? DMKയുടെ തണലിൽ, DMKയുടെ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം, DMKയുടെ പണം, ഇതെല്ലാം ഉപയോഗിച്ചാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത്. ഇവിടെ LDFൽ CPയുടെ അതേ അവസ്ഥയാണ്. അവിടെ DMKയുടെ അലയൻസിൽ, പ്രോഗ്രസീവ് അലയൻസിൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ. അതെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പ്രാദേശികമായിട്ട് ആരൊക്കെ BJPക്ക് എതിരെ കിട്ടും അവരെ എല്ലാം പിടിക്കും. കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാം DMKക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. DMKക്ക് നേരെ ചെന്ന് BJPയോട് സഹകരിക്കാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയം 2026 അവസാനിക്കുന്നതല്ലല്ലോ. പക്ഷേ തമിഴ്നാട്ടിൽ ADMKയും DMKയും തമ്മിൽ ചർച്ചകൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് BJPയുമായി യോജിക്കാം. അല്ല, അത് ഏറ്റവും ഒടുവിൽ വളരെ കൃത്യമായിട്ട് DMK അതിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. കാരണം അതൊക്കെ അനൗദ്യോഗികമായി നടക്കുന്ന ചില പ്രചാരണങ്ങളാണ്. അതിനൊന്നും യാതൊരു കഴമ്പുമില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും, 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും, 6 മാസം നോക്കും എന്നാണ് DMK പറയുന്നത്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ DMK ADMKയോടൊപ്പം ചേർന്നാൽ, DMK എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ എതിർത്തത് ADMKയാണ്. ആ ADMKയുമായിട്ടൊരു സഖ്യം വന്നാൽ ഇന്നത്തെ DMKയുടെ അണികളും പ്രവർത്തകരും DMKക്ക് വോട്ട് ചെയ്തവരും പിന്തുണച്ചവരും DMKയെ തള്ളിപ്പറയും. അവർ വിജയുടെ പാർട്ടിയിലേക്ക് പോകും. അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ചിരവൈരികളായ 2 പാർട്ടികൾ ഒരു വീഴ്ച വന്നപ്പോൾ ഒരുമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ആജന്മവൈരിയായ DMKയുടെ കനിമൊഴി വിദേശ രാജ്യത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്, നയതന്ത്രമാണ്. പക്ഷേ അങ്ങനെ നാളെ BJPയുമായിട്ട് DMK സഹകരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. പണ്ട് DMK BJPയുമായിട്ട് സഹകരിച്ചു. എങ്ങനെ? ഒരു ക്രൈസിസ് വന്നു, ജയലളിത BJPയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജയലളിത പറഞ്ഞു DMK സർക്കാരിനെ പിരിച്ചുവിടണം. എന്ത് കാരണം പറഞ്ഞ് പിരിച്ചുവിടും? വാജ്പേയി പറഞ്ഞു രാജധർമ്മത്തിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ജയലളിത പിന്തുണ പിൻവലിച്ചു, BJP സർക്കാർ വീണു. പക്ഷേ BJP അവിടെ അടിയുറച്ചു നിന്നു. അന്ന് DMKയെ അന്യായമായിട്ട് DMK സർക്കാരിനെ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് പക്ഷേ BJP വില കൊടുക്കേണ്ടി വന്നില്ല, ജയലളിത വില കൊടുക്കേണ്ടി വന്നു, അല്ലേ? അപ്പോൾ അതുപോലെ അല്ല ഇന്നത്തെ സാഹചര്യം. അങ്ങനൊരു ക്രൈസിസ് ഉണ്ടായിട്ട് DMKയും ADMKയും ഒക്കെ ഒരുമിക്കുകയാണെങ്കിൽ ശരി, ജനങ്ങളത് സ്വീകരിക്കും. ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഇവിടെ അതേ കാര്യം തന്നെയാണ് കേരളത്തിലും. CPMും CPIയും ഈ പറഞ്ഞതുപോലെ ഇന്ന് വലിയ ക്രൈസിസിനെ നേരിടുകയാണ്. അവർക്ക് ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറും ഒരു പ്രാദേശിക പാർട്ടിയായി അവർ ഒതുങ്ങിയിരിക്കുന്നു. ബംഗാളിലില്ല, ത്രിപുരയിലില്ല, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ അവർ തമിഴ്നാട്ടിൽ DMKയുടെ തണലിൽ നിൽക്കുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ തണലിലാണ് നിൽക്കുന്നത്. അപ്പോൾ CPMും CPIയും വളരെ കൃത്യമായിട്ട് തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തി വെറും ഒരു പ്രാദേശിക കക്ഷിയായി കേരളത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഇവിടെ CPI ചിന്തിക്കും എന്തുകൊണ്ട്? കാരണം ഈ വാളയാർ ചുരം കടന്നാൽ പിന്നെ കൈപ്പത്തിയും ഈ അരിവാളും നെൽക്കതിരും ഒക്കെ ഒന്നാണ്. വാളയാറിനപ്പുറത്ത് ഇവരെല്ലാം ഒന്നാണ്. എന്താണ്? പൊതുശത്രുവായ BJPയെ നേരിടാൻ. അപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിന്നുകൂടാ? കേരളത്തിൽ എന്തുകൊണ്ട് CPI കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൂടാ, അല്ലെങ്കിൽ UDFിൻ്റെ കൂടെ നിന്നുകൂടാ? ഇവിടെയും പറയാനൊരു ന്യായമുണ്ട്. BJP വളരുന്നു. 3 സീറ്റ് നേടിയത് എന്തോ ഒരു വലിയ മഹാപാതകമാണെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. BJP ഓടുപൊളിച്ച് നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങി എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ വ്യാഖ്യാനം. നോക്കൂ, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് BJP ജയിച്ചത്. അതേ CPI സുരേഷ് കുമാർ MP തന്നെ പറയുന്നുണ്ട്, സന്തോഷ് കുമാർ തന്നെ പറയുന്നുണ്ട്, ഫലം തന്നെയാണ്.
അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ഒരു തരത്തിൽ CPM-ന്റെ വിഷയം വരുമ്പോൾ അതിനെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. വളരെ തന്ത്രപരമായിട്ട് ബിനോയ് വിശ്വം നേരിട്ട് പറയാതെ സന്തോഷ് കുമാറിനെ കൊണ്ട് പറയിക്കുകയാണ്. എന്താണ് ഇവിടെ CPI-യുടെ ശത്രു ആരാണ്? സത്യത്തിൽ ആരാണ്? BJP-യും പിണറായി വിജയനുമാണ്. അപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ പിണറായി വിജയൻ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ CPM-നകത്ത് വലിയ നേതാവൊക്കെ ആയിരിക്കാം, പക്ഷെ LDF-ന് ഉള്ളിലേക്ക് വന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടെ ഇരിക്കണ്ട. ഇനി പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ വെച്ചാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് നൽകണം. കാരണം ഇപ്പോൾ അവർക്ക് 17 സീറ്റ് മത്സരിച്ച് അവർ 10 സീറ്റ് ജയിച്ചു. അവരുടെ 2 മന്ത്രിമാർ ജയിച്ചു. CPM-ന്റെ മന്ത്രിമാർ ഒട്ടുമുക്കാലും പൊട്ടി അല്ലേ? അപ്പോൾ ഇവിടെ CPI അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ്? ഞങ്ങളാണിപ്പോൾ നിങ്ങളെക്കാൾ മികച്ചവർ, ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് അവർ ഈ കലാപക്കൊടി ഉയർത്തുന്നത് വേറെ ഒന്നിനുമല്ല, CPM-ഉമായിട്ട് കലഹിച്ച് BJP എന്ന ഒരു ശക്തിയുടെ വളർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ UDF-ഉമായിട്ട് സഹകരിക്കും എന്ന് വരുത്തി തീർക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ഒരു മാറ്റം അവർക്കറിയാം ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല. അവിടെ പോയാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടും അല്ലേ? ഈ പറയുന്നത് പോലെ കോൺഗ്രസ് 5 സീറ്റിൽ ജയിച്ച കോൺഗ്രസ്, DMK-യുടെ തണലിൽ ജയിച്ച കോൺഗ്രസ് ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ DMK-യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിജയിൻ്റെ കൂടെ പോയെങ്കിൽ അതേ തന്ത്രം ഇവർക്കും ഇവിടെ എടുക്കാം. അതുമാത്രമല്ല 4 മന്ത്രിമാരുണ്ടായിരുന്നതുകൊണ്ടാണ് CPI-യുടെ നേതാക്കളടക്കം കഞ്ഞി കുടിച്ച് കിടന്ന് കഴിഞ്ഞ 10 വർഷം. അതെ. പിന്നെ MN സ്മാരകം അത് ഭംഗിയായിട്ട് പുതുക്കി പണിയേണ്ടി വന്നു. ആ പഴയ കെട്ടിടം ഇടിച്ചു പൊളിച്ച് ഒരു ബഹുനില മന്ദിരം അവിടെ തലസ്ഥാനത്ത് വന്നെങ്കിൽ അത് 4 മന്ത്രിമാർ ഉണ്ടായിട്ടാണ്. ഭരണം കയ്യിലിരുന്നതിന്റെ മാത്രം മെച്ചമാണ്. അതെ, അത് അവിടെയും ചെലവ് ചുരുക്കി പിടിച്ച് 4 മന്ത്രിമാർക്കും കൂടെ സ്റ്റാഫിനെ ഏതാണ്ടൊക്കെ ഒരു ഒറ്റയ്ക്കുള്ള എല്ലാവർക്കും ഒരു സ്റ്റാഫ് അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ വളരെ രാജേഷ് ജി ആ പറഞ്ഞതിനകത്ത് CPI നേടിയ നേട്ടങ്ങളാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ CPM-ന് താഴോട്ടാണ് പോക്ക്. CPM ഇനി വിചാരിക്കും, നോക്കൂ, ഒരു MP-യെ രാജ്യസഭയിൽ എത്തിക്കാൻ കഴിയാത്ത വണ്ണം CPM ചുരുങ്ങിയിരിക്കുന്നു. ഇവരെ പോറ്റാൻ ആരുമില്ല, CPI പോറ്റാൻ അല്ല, LDF ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൽ CPI തങ്ങളുടെ 10 MLA-മാരുമായിട്ട് UDF-ലേക്ക് പോയാൽ UDF-ന് കൃത്യമായിട്ട് 3 പേരെ ജയിപ്പിക്കാൻ പറ്റും. 3 പേരെ ജയിപ്പിക്കാൻ പറ്റും, നിസ്സാരമല്ല അത്. ഇവിടെ വളരെ കൃത്യമാണ് CPI-യുടെ ടാർഗറ്റ്, അവരുടെ അജണ്ട ഒക്കെ കൃത്യമാണ്. അവരിനി ലക്ഷ്യമിട്ടിരിക്കുന്നത് UDF-ലേക്ക് ചേക്കേറുക എന്നുള്ളതാണ്. അതിന് അവർ എന്ത് തന്ത്രവും പ്രയോഗിക്കും. ബിനോയ് വിശ്വം ഒരു എളുപ്പമില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ BJP-യെ തടയാൻ, ഇപ്പോൾ പുറത്ത് പറയുന്നതായിരിക്കും, BJP-യെ തടയാൻ, BJP കേരളത്തിൽ വളരുന്നത് തടയാൻ ഇനി UDF-നെ കഴിയൂ. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി UDF-നെ, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. രാജ്യത്തെ ദേശീയ തലത്തിലെ സാഹചര്യം വളരെ ഭയാനകമാണ്. ഹിന്ദുത്വ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ ഇതാ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, ഭരണഘടനയെ മാറ്റിമറിക്കുന്നു, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നു. CPI ഒറ്റയ്ക്ക് നിന്ന് ഇത് പറഞ്ഞാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂല. മറിച്ച് UDF-ൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതല്ല. ഇന്നിപ്പോൾ 10 സീറ്റ് ജയിച്ചു. UDF-നൊപ്പം UDF-ന് 3 പേരെ വിടാനുള്ള കരുത്തില്ല. UDF-ന് 36 MLA-മാരുടെ വോട്ട് വേണം ഒരാളെ രാജ്യസഭയിൽ എത്തിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 36 72 അല്ലേ? അപ്പോൾ പിന്നെ വരുന്നത് 30 വോട്ടേ പിന്നെ കയ്യിലുള്ളൂ, 30 MLA-മാർ. പിന്നെ ഒരു 6 പേരുടെ കുറവുണ്ട്. ഈ 6 പേരുടെ കുറവ് CPI ഇങ്ങോട്ട് വന്നാൽ അത് നമുക്ക് പരിഹരിക്കാം. അങ്ങനെ വന്നാൽ CPI-യുടെ ഒരാളിനെ അങ്ങ് വിട്ടോ, അല്ലെങ്കിൽ കേരളത്തിന് ഒരു MP നഷ്ടമാണ്. ഒരു MP നഷ്ടമാണ്. LDF-ന് 35 ഉള്ളൂ, -1 ആയി. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്കൊരാളെ വിടണമെങ്കിൽ BJP അവിടെയും 35 എന്ന് പറയുന്നത് CPM-ന്റെയും ഇവരുടെയും കൂടെ ചേർത്തുകൊണ്ടാണ് അല്ലേ? ഈ CPM-ന്റെയും CPI-യുടെയും MLA-മാരെ ചേർത്തുകൊണ്ടാണ് 35 എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ വിമതരായിട്ട് മത്സരിച്ച് ആരെങ്കിലും ഒരാൾ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ BJP പിന്തുണയ്ക്കണം. BJP-യുടെ പിന്തുണ വാങ്ങുക എളുപ്പമല്ല.
ഇത് നടക്കില്ല. അത് മാത്രമല്ല, അതിനവർ തയ്യാറാകില്ല. അത് വലിയ തിരിച്ചടി CPM LDF ഉണ്ടാക്കും. അതേസമയം ഈ ജയിച്ചു വന്ന MLA-മാരുമായിട്ട് നേരെ കോൺഗ്രസ്സിലേക്ക് പോയാൽ, UDF-ലേക്ക് പോയാൽ, അവിടെ 30 പേര് ഇപ്പോൾ ആൾറെഡി ഉണ്ട് MLA-മാർ. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർന്നാൽ കംഫർട്ടബിളായിട്ട് ഒരാളെ CPI-ക്ക് തന്നെ ഒരാളെ ജയിപ്പിച്ച് കയറ്റാം. ശരി, ഞങ്ങൾക്ക് ഒരു മന്ത്രിയെ തന്നാൽ മതി, പക്ഷെ ഒരു രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് തരണം. ദേശീയ തലത്തിൽ CPI ഉണ്ടോ? CPM-ഓ വട്ടപൂജ്യമാണ്. ആകെയുള്ളത് ജയിച്ചു വന്ന ഒരു MP ആണ്. ആലത്തൂരിൽ നിന്ന് ജയിച്ച രാധാകൃഷ്ണൻ സാറ് മാത്രമാണ് ആകെയുള്ളൊരു MP. ഈ രാജ്യസഭയിൽ പോകുന്ന റഹീം, ബ്രിട്ടാസ് അടക്കമുള്ളവരെല്ലാം തോറ്റു. അവർക്ക് ഇപ്പോൾ 2027 അവരുടെ കാലാവധി തീരും. കാലാവധി തീർന്നാൽ പിന്നെന്ത് ചെയ്യും? ഇവരെ വീണ്ടും ജയിപ്പിച്ച് വിടാനുള്ള ശക്തി ഇന്ന് CPM-ന് ഇല്ല. 5 കൊല്ലത്തേക്കില്ല. അപ്പോൾ പിന്നെ CPI അവിടെ വളരെ തന്ത്രപരമായിട്ട് CPI-ക്ക് ഇനി എങ്ങനെയെങ്കിലും LDF-ൽ നിന്ന് ചാടി UDF-ൽ എത്തുക. അതിന് UDF-ഉം ഒരു പരിധി വരെ അത് പ്രോത്സാഹിപ്പിച്ചേക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് CPM LDF തകരണം എന്നുള്ളതാണ്. അത് തകർക്കാനുള്ള എല്ലാ വഴികളും കോൺഗ്രസും UDF-ഉം പയറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ്. അവർ പുറമേക്ക് ഇന്ത്യ മുന്നണിയാണ്, ഞങ്ങൾ വലിയ സ്നേഹമാണ്, അങ്ങനെ വരുമ്പോൾ അവസാനം രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ CPM-ഉം കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് ഒരു ധാരണയുണ്ടാക്കും. BJP-യെ നേരിടാൻ. BJP-യാണ് പ്രധാന ശത്രു. അതുകൊണ്ട് BJP-യെ നേരിടാൻ ഒരു ധാരണ നമുക്കാകാം എന്ന മട്ടിലേക്ക്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബംഗാളിൽ മമതയെ നേരിടാൻ വേണ്ടിയിട്ട് CPM-ഉം കോൺഗ്രസും ഒരുമിച്ചതുപോലെ ഇവിടെ കേരളത്തിലും BJP-യെ നേരിടാൻ കോൺഗ്രസും CPM-ഉം ഒരുമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിന് മുമ്പ് തന്നെ, അപ്പോൾ CPM വരുന്നത് വരെ കാത്തിരിക്കാതെ വളരെ മുമ്പേ നമ്മളങ്ങ് ചാടിച്ചെന്നാൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. CPM-ൻ്റെ കാര്യം പിന്നീട്, അത് CPM-ൻ്റെ ശക്തിയൊക്കെ പോയി വളരെ ദുർബലമായി കഴിയുമ്പോഴാണ് അവർ പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുക. അങ്ങനൊരു സാഹചര്യം വരാൻ കാലമേറെ എടുക്കും. CPI-യോട് UDF-ലും എതിർപ്പൊന്നും ഉണ്ടാകില്ല. കാരണം ഇവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വിടുവായത്തനമൊക്കെ പറഞ്ഞ് അവിടെ കിടന്നോളും. ബിനോയ് വിശ്വം ഒക്കെ അല്ലേ. പിന്നെ വരുമ്പോൾ 10 MLA-മാർ ഇങ്ങ് വരികയല്ലേ. നമുക്കത്രയും സൗകര്യമാണ്. എന്നാൽ സഭയിൽ LDF തകർന്നു, LDF ഇല്ല, CPM മാത്രമേ ഉള്ളൂ. പിന്നെ CPM-നെ പിന്തുണയ്ക്കാനായിട്ട് 3 BJP MLA-മാരെ അല്ലെങ്കിൽ 3 BJP MLA-മാരെ പിന്തുണച്ചുകൊണ്ട് CPM, അങ്ങനെ ആയിരിക്കുമല്ലോ പ്രതിപക്ഷം, അല്ലേ? അങ്ങനെ പ്രതിപക്ഷം എന്തായാലും ഈ 2 പേരും CPM-ഉം BJP-യും ഭരണത്തെ എതിർത്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ഒരിക്കലും അവർ തമ്മിൽ വലിയ യോജിപ്പൊന്നും ഉണ്ടായില്ലെങ്കിലും 2 പേരും ഭരണത്തെ എതിർക്കുന്നു, ഭരണപക്ഷത്തെ എതിർക്കുന്നു. 2 പേരും പ്രതിപക്ഷത്താണ്. അത്രയേ ഉള്ളൂ. 10 പേരൂടെ ഇങ്ങോട്ട് വന്നാൽ, CPI-യുടെ 10 9 MLA-മാരുണ്ട്, 9 പേരൂടെ ഇങ്ങോട്ട് വന്നാൽ കാര്യം കഴിഞ്ഞു. ഒരു രാജ്യസഭാ MP-യെ കൂടെ കിട്ടി. CPI-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യസഭാ MP സീറ്റ് കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റി. പിന്നെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് ജയിച്ചു വരാം. CPI-യെ സംബന്ധിച്ചിടത്തോളമുള്ള കണക്കുകൂട്ടലാണ് ഇത്. വളരെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. LDF-ന് തിരിച്ചടി കിട്ടിയാൽ ആദ്യം മുന്നണി പൊളിക്കുക CPI ആയിരിക്കും, ഒരു സംശയമില്ല. അവർ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം പോകാൻ അരയും തലയും മുറുക്കി നിൽക്കുകയാണ്. അത് എന്ന്, എപ്പോൾ, എങ്ങനെ ചാടും എന്ന് മാത്രം നമ്മളിനി അറിഞ്ഞാൽ മതി. അതിനുള്ള കോപ്പുകളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിനോയ് വിശ്വവും കൂട്ടരും.